നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ജന്മരാമ വനേദുഃഖം എന്ന് പറയുന്നൊരു ദോഷമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 2-ൽ വ്യാഴമാണ്. അതേപോലെ തന്നെ കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട്. കർമ്മസ്ഥാനത്ത് ശുക്രനാണ്. കർമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങളുള്ളത് കാരണം കൊണ്ടും ലഗ്നാധിപതിക്ക് നീചഭംഗ ചക്രവർത്തി യോഗം ഉള്ളത് കാരണം കൊണ്ടൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനും എല്ലാ രീതിയിലുള്ള ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. കാരണം ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. എങ്കിലും അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങളുണ്ടാകുക, വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കളോ സഹായികളോ ഒക്കെ ശത്രുക്കളാകുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ പിറന്നവർക്ക് ഇടവക്കൂറാണ്. അപ്പോൾ ഇടവക്കൂറിൽ തന്നെയാണ് വ്യാഴം സഞ്ചരിക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ 5-ാം ഭാവാധിപതിയാണ് 7-ൽ നിൽക്കുന്ന ബുധൻ. അപ്പം ധനാധിപതിയും അതേപോലെ തന്നെ 5-ാം ഭാവവും പൂർവ്വപുണ്യ സ്ഥാനാധിപതിയും ലഗ്നാൽ 7-ൽ നിൽക്കുന്നത് കൊണ്ട് പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അത് ഗുണമാണ്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായി ശശമഹായോഗത്തെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷവും കൂടിയുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷവും വ്യാഴപ്പഴവുമുള്ള സമയമായതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോൾ ദുരിതഭവനാധിപതിയായിട്ട് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, അത് കാരകോ ഭാവനാശ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരിൽ നിന്നും പ്രത്യേകിച്ചൊരു ഗുണം കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. ലാഭസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് കൂടാതെ കണ്ട് ശുക്രന് പാപദൃഷ്ടി വന്നു. അതേപോലെ തന്നെ 7-ാം ഭാവത്തിൽ ബുധൻ വന്നു. അപ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഒരു സുഖക്കുറവ് അനുഭവിക്കാനും പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ യോഗമുള്ള സമയമാണ്. അഷ്ടമത്തിലാണ് ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത്. പല കാര്യങ്ങൾക്കും ആത്മവിശ്വാസക്കുറവുണ്ടാകുക, വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ, അതുപോലെ തന്നെ വീട്ടുകാരുമായിട്ട് ചർച്ചക്കുറവ്, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, ശിവക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.